നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. നൊമ്പരങ്ങളുടെ പ്രളയവും കോവിഡും ഉരുൾപൊട്ടലും എല്ലാമായി പിന്നിട്ട കുറച്ചു വർഷങ്ങളിൽ നിന്ന് മാറി ഇത്തവണ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പൂക്കളവും ഓണക്കോടിയും സദ്യയും ഒരുക്കി ഓണം കളറാക്കുക തന്നെയാണ്. സന്തോഷത്തിനിടയിലും ചില നൊമ്പരങ്ങൾ ബാക്കിയാകുകയാണ്. ആലപ്പുഴയിലെയും കുട്ടനാട്ടിലെയും ജനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വിയർപ്പുമുട്ടുന്ന കാഴ്ചയാണ് നമുക്ക് ഓണം ദിനത്തിലും കാണാൻ സാധിക്കുന്നത്. കർഷകരുടെ ബുദ്ധിമുട്ടുകളും തുടരുകയാണ്. ഇവരുടെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അവരെയും ഓണത്തിന്റെ ആഘോഷ നിറവിലേക്ക് കൈപിടിച്ച് നടത്താൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ കൂടിയേ തീരൂ. ഏതായാലും ഓണവിശേഷങ്ങളും ഒപ്പം തന്നെ വാർത്തകളും ഉണ്ട്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിറവിലെന്ന തിരുവോണം. പൂക്കളവും ഓണക്കോടിയും സദ്യയും ഒരുക്കി നാടും നഗരവും. ആഘോഷത്തിമിർപ്പിൽ മലയാളികൾ. ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ. തിരുവോണത്തോണി ആറന്മുളയിലെത്തി. എല്ലാ പ്രേക്ഷകർക്കും അമൃത ടിവിയുടെ ഓണാശംസകൾ. ഓണമെത്തിയിട്ടും മനസ്സറിഞ്ഞ് ആഘോഷിക്കാനാകാതെ കുട്ടനാട്ടിലെ നെൽകർഷകർ. നെല്ല് സംഭരിച്ചതിന്റെ പണം ഓണത്തിന് മുൻപേ നൽകുമെന്ന കൃഷിമന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായി. ആലപ്പുഴ പുറക്കാട് നിവാസികൾ കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായിട്ട് 2 മാസം. പരാതി പറഞ്ഞിട്ടും പഞ്ചായത്ത് വാട്ടർ അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപം. കുന്നംകുളം പോലീസ് മർദ്ദന കേസിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിച്ച് കോൺഗ്രസ്. ഇന്ന് DIG ഓഫീസിലേക്ക് മാർച്ച. പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം. മർദ്ദനമേറ്റ സുജിത്തിനെ പ്രതിപക്ഷ നേതാവ് ഇന്ന് കാണും. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ച യൂറോപ്യൻ യൂണിയൻ. പിന്തുണയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി. UN അംഗങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ കോപ്പൻഹേഗനിൽ. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ജർമ്മനിക്കെതിരെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് സ്ലോവാക്യയ്ക്ക് ജയം. ബൾഗേറിയക്കെതിരെ സ്പെയിനും ജയം. അർജന്റീന 3 ഗോളുകൾക്ക് വെനസ്വേലയെ തോൽപ്പിച്ചു. ഒത്തുചേരലിന്റെയും പ്രതീക്ഷയുടെയും ഒരുമയുടെയും ദിനം കൂടിയാണ് തിരുവോണം. ഇല്ലായ്മകളും പ്രതിസന്ധികളും മറന്ന തിരുവോണം ആഘോഷിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. വറുതിയുടെ കർക്കിടകത്തിനു ശേഷം പൂക്കളവും പൂവിളിയുമായി സമൃദ്ധിയുടെ പൊന്നോണം എത്തുമ്പോൾ നാടും നഗരവും ആഘോഷത്തിമിർപ്പിലാണ്. ഗൃഹാതുര സ്മരണകളുടെ തിരയിളക്കമാണ് മലയാളികൾക്ക് എന്നും ഓണം. ജാതിമതഭേദമന്യേ സകലരും ആഘോഷിക്കുന്ന ഉത്സവം. ഓണസദ്യയും പൂക്കളവും പുലിക്കളിയുമൊക്കെയായി കുടുംബത്തിനും കൂട്ടുകാർക്കുമൊപ്പമാണ് മലയാളികളുടെ ഓണാഘോഷം. വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മഹാബലി രാജാവ് തന്റെ പ്രജകളെ കാണാൻ എത്തുന്നു എന്നതാണ് ഓണക്കാലത്തെക്കുറിച്ചുള്ള ഐതിഹ്യം. ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും കേരളത്തിന് ഓണമെന്നത് വിളവെടുപ്പിന്റെയും അവയുടെ വ്യാപാരത്തിന്റെയും കൂടി ഉത്സവമാണ്. കുടുംബത്തോടൊപ്പം ഇരുന്ന് സദ്യ കഴിക്കുക എന്നതാണ് ഓണാഘോഷത്തിൽ പ്രധാനം. മരുമക്കളും അമ്മായിമാരും മരുമക്കളും എല്ലാവരും ഒത്തുകൂടി ഭക്ഷണമൊക്കെ കഴിക്കുക. സദ്യ തന്നെയാണ് പ്രധാനം. സദ്യക്ക് എല്ലാ കറികളും ഉണ്ടാവും. എല്ലാവരും ഒന്നിച്ചിരുന്ന് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് അതൊരു ഉത്സവം തന്നെയായിരുന്നു ശരിക്കും അന്നത്തെ. അതേ കുശലം പറഞ്ഞ് പണ്ടത്തെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളൊരു നല്ലൊരു ദിവസം കൂടിയാണ് തിരുവോണം. ഇനി ഓണക്കളികളുടെ ഊഴമാണ്. ഇത് കുടുംബത്തോടൊപ്പമുള്ള ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു.
നിറവിന്റെയും പരിശുദ്ധിയുടെയും തുമ്പപ്പൂവിന്റെയും നൈർമല്യത്തോടെ പൊന്നോണത്തെ വരവേൽക്കാം. പൂക്കാലം പോലെ ജീവിതവും വർണ്ണാഭമായി തീരട്ടെ. അമൃത ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് പൊന്നിൻ തിരുവോണം ആഘോഷിക്കുകയാണ്. ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിരവധി പേരാണ് തിരുവോണ നാളിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി അവിടെ നിന്നും നമ്മുടെ പ്രതിനിധി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, തിരുവോണത്തെ വരവേൽക്കാനായി വലിയൊരു ഒരുക്കം തന്നെയാണ് നടത്തുന്നത്. ഇപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ശ്രീകാർത്തിക, ഹാപ്പി ഓണം. നമ്മളിപ്പോൾ ഉള്ളത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻപിലാണ്. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഒക്കെ തിരുവോണ നാളാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിൽ നിരവധി ഭക്തജനങ്ങളാണ് എത്തിയിരിക്കുന്നത്. ശ്രീ പത്മനാഭ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിരുവോണ നാളിൽ ഇവിടെ നടക്കുന്ന ഓണവില്ല് സമർപ്പണമാണ്. നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഓണത്തിന് പത്മനാഭസ്വാമി അതെ കാണാൻ ഓണം പൂർത്തിയായി. നമ്മൾ ഓണവില്ല് സമർപ്പിച്ചു, അത് കണ്ട് ഭഗവാനെ തൊഴുതു. നന്ദി. അതെ ശ്രീകാർത്തിക, ഓണവില്ല് സമർപ്പണമാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ആളുകളൊക്കെ തന്നെ ആ ചടങ്ങിനായി എത്തിയിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മറുജപ ലക്ഷദ്വീപത്തിന്റെ വിളംബരം കൂടി ഉൾക്കൊള്ളുന്ന വലിയ രീതിയിലുള്ള ഒരു പൂക്കളം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ പത്മനാഭനെ കണ്ട് ഈ തിരുവോണ നാളിൽ പത്മനാഭന്റെ ആ ഒരു പുണ്യം തേടാനായി, അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടാനായി നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ ഈ മറുജപ ലക്ഷദ്വീപത്തിന്റെ വിളംബരം കൂടി ഉൾക്കൊള്ളുന്ന വലിയ രീതിയിലുള്ള ഒരു പൂക്കളം ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻപിലായി ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ മോഹൻലാൽ ഉൾപ്പെടെ എത്തിയായിരുന്നു ഈ മറുജപ വിളംബരം നടത്തിയിരുന്നത്. അതിന്റെ ഒരു വിളംബരം എന്നോണമാണ് ഇപ്പോൾ ഈ പൂക്കളം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ തിരുവോണ നാളിൽ പുലർച്ചെയാണ് ഈ ഓണവില്ല് സമർപ്പിക്കുന്ന ചടങ്ങുള്ളത്. കടമ്പ് വൃക്ഷത്തിന്റെയും മഹാഗണികളുടെയും തടികളാണ് ഈ ഓണവില്ല് നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. പ്രധാനമായും ഈ ഇതിന് പിന്നിലുള്ള വളരെ വലിയൊരു ചരിത്രമൊക്കെ ഉണ്ട്. നാട് കാണാൻ എത്തുന്ന മഹാബലിക്ക് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ വരച്ചു കാട്ടുന്നതിനാണ് ഈ ഓണവില്ല് ഉപയോഗിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ്. തിരുവോണ നാളിൽ ആഘോഷത്തിന്റെയും ഓണ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ഇനിയിപ്പോൾ സദ്യവട്ടത്തിനുള്ള കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണുന്നത്. ശ്രീകാർത്തിക. ശരി ആതിര, ഏതായാലും ഓണത്തിന്റെ ആ ഒരു ഫുൾ മൂഡിലാണ് എല്ലാവരും. ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിന്റെ ഒരു സമയം തന്നെയാണ്. രാവിലെ അത്തപ്പൂക്കളമൊക്കെ ഇട്ട് ക്ഷേത്ര ദർശനം നടത്തി ഇനി അടുത്തതായി സദ്യയിലേക്ക് കടക്കാനുള്ള ഒരു ഒരുക്കം തന്നെയാണ് എല്ലാവർക്കും. അതോടൊപ്പം തന്നെ നമുക്കിനി ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിവരങ്ങൾ അറിഞ്ഞു. ഒപ്പം തന്നെ ഇനി ആചാരപ്പെരുമയിൽ ആറന്മുള ക്ഷേത്രമുണ്ട്. അവിടുത്തെ വിശേഷങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ശ്രീ പാർത്ഥസാരഥിക്ക് തിരുവോണ സദ്യ ഒരുക്കാനായി വിഭവങ്ങളുമായി തിരുവോണ തോണി ആറന്മുളയിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട തോണി പുലർച്ചെ 5:30 ആറന്മുള ക്ഷേത്രക്കടവിൽ എത്തിയത്. വിശദാംശങ്ങളുമായി അവിടെ നിന്നും കണ്ണൻ ദേവ് ചേരുന്നുണ്ട്. കണ്ണൻ ദേവ്, ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഏറെ ഐതിഹ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഇപ്പോൾ ഏതായാലും തിരുവോണത്തോണി അവിടെ എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സ്വീകരണം ഒരുക്കിയിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ അവിടെ നിന്നും? ശ്രീകാർത്തിക, ആറന്മുളയിൽ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് തിരുവോണത്തോണിക്ക് ലഭിച്ചത്. ആചാരപ്പെരുമ നിലനിർത്തി ആറന്മുള പാർത്ഥസാരഥിക്കുള്ള തിരുവോണസദ്യ ഒരുക്കാനുള്ള വിഭവങ്ങളുമായാണ് തിരുവോണത്തോടെ ആറന്മുള ക്ഷേത്രത്തിലെ മതിക്കടവിൽ പുലർച്ചെ 6 മണിയോടെ എത്തിച്ചേർന്നത്. ഇന്നലെ വൈകിട്ട് മങ്ങാട്ടിലും അനൂപ് നാരായണൻ പദ്ധതിയും ഒപ്പം പുറപ്പെടാൻ അവകാശമുള്ള 18 കുടുംബങ്ങളിലെ അംഗങ്ങളെയുമാണ് തിരുവോണത്തോടെ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആറന്മുളയിലേക്ക് പുറപ്പെട്ടത്. പാരമ്പര്യ രീതിയിൽ ഉടലിൽ കിട്ടിയ അരി മുതൽ കദളിപ്പഴം വരെയുള്ള സർവ്വ വിഭവങ്ങളുമായാണ് തിരുവോണത്തോണി ആറന്മുളയിൽ എത്തിച്ചേർന്നത്. നിരവധി കല്യാണങ്ങൾ ഈ തിരുവോണത്തോണി അനുഗമിച്ചിരുന്നു. ആറന്മുള ക്ഷേത്രത്തിലെ മതിക്കടയിലെത്തിയ തോണിയെ ക്ഷേത്രം ഭാരവാഹികളും പള്ളിയുടെ കരക്കാരും ഭക്ഷ്യജനങ്ങളും ചേർന്നാണ് ആചാരപൂർവ്വമാണ് സ്വീകരിച്ചത്. തിരുവോണത്തോണി എത്തിയ സമയം നല്ല രീതിയിൽ മഴ പെയ്തിരുന്നെങ്കിലും ഈ മഴയെ അവഗണിച്ച് നിരവധി ഭക്ഷ്യജനങ്ങളാണ് ക്ഷേത്രക്കടവിൽ എത്തിയത്. പിന്നീട് തോണിയിൽ കൊണ്ടുവന്ന വിഭവങ്ങൾ ക്ഷേത്രത്തിലേക്ക് കൈമാറി. വിഭവങ്ങളോടൊപ്പം കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും
ദീപമടങ്ങിയ ഒരു വിളക്ക് കൂടിയുണ്ട്. ഈ ദീപം അടുത്ത ഒരു വർഷക്കാലയളവിൽ ക്ഷേത്രത്തിലെ കടാവിളക്ക് തെളിയിക്കാനുള്ളതാണ്. അത് തെളിയിച്ചു. അതിനുശേഷമാണ് ആറന്മുള ക്ഷേത്രത്തിലെ പതിവ് പൂജകൾ ആരംഭിച്ചത്. ഈ തിരുവാനാളിൽ തിരുവാറന്മുളത്തിലെ കണ്ടുപോകാൻ ഭക്തരുടെ ഒരു വലിയ തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഇങ്ങനെ ഈ തിരുവാറന്മുളത്തിനെ കണ്ടു വണങ്ങിയ ശേഷം ഓരോരുത്തരും വീടുകളിലേക്ക് മടങ്ങും. തിരുവോണ സദ്യ കഴിക്കാൻ ഓരോരുത്തരും വീടുകളിലേക്ക് മടങ്ങും. ഇന്നിനി വൈകിട്ട് അത്താഴപൂജയ്ക്ക് ശേഷം സ്ഥിതി സമർപ്പിച്ചിട്ടാണ് ഈ മങ്ങാട്ട് പട്ടതിരി വീട്ടിലേക്ക് മടങ്ങുക. ഏതായാലും ആറന്മുള ദേശക്കാരുടെ ഓണാഘോഷത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന് തന്നെയാണ് ഈ തിരുവോണത്തുള്ളിയുടെ വരവും തുടർന്നുള്ള ചടങ്ങുകളും. ആറന്മുളയിൽ നടക്കുന്ന ജലോത്സവവും ഉത്രട്ടാതി വള്ളംകളിയും എല്ലാം ഈ തിരുവോണത്തോണിയുമായി ബന്ധപ്പെട്ടതാണ് കാർത്തിക. ശരി, കണ്ണൻ ദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടെ ശബരിമല സന്നിധാനത്ത് തിരുവോണപ്പുലരിയെ വരവേറ്റ ഭക്തർ കൊടിമരച്ചുവട്ടിൽ അത്തപ്പൂക്കളം ഒരുക്കിയും മറ്റും പ്രൗഢഗംഭീരമായാണ് സന്നിധാനത്തെ ഓണാഘോഷം നടന്നത്. ഭക്തർക്ക് തിരുവോണ സദ്യയും ഒരുക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയെ അവഗണിച്ച് നിരവധി ഭക്തരാണ് അയ്യപ്പ സന്നിധിയിലെത്തുന്നത്. ഉത്രാട ദിനമായിരുന്ന ഇന്നലെ മാത്രം 13,327 ഭക്തരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത്. മലയാളക്കരയിൽ ഓണാഘോഷങ്ങൾ കൂടുതൽ കളറാകുന്നത് കുടുംബവുമൊത്ത് വീടിന് പുറത്തേക്ക് ആഘോഷങ്ങൾക്കായി പോകുമ്പോൾ കൂടിയാണ്. പുത്തനുടുപ്പിട്ട് കുട്ടികളുമൊത്ത് പുറത്തിറങ്ങിയാൽ കൊല്ലത്തുകാർക്കായി സർക്കസ് തമ്പിൽ അതിശയ കാഴ്ചകളുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങളുമായാണ് ഇത്തവണയും ജെമിനി സർക്കസ് കൊല്ലത്തെത്തിയിരിക്കുന്നത്. കൊല്ലം ആശ്രാമം മൈതാനിയിലാണ് ആഘോഷങ്ങളുടെ അതിശയ കാഴ്ചകൾ. കുടുംബസമേതം സർക്കസ് കാണാൻ എത്തുന്നവരുടെ തിരക്കും കൂടിയിട്ടുണ്ട്. അമേരിക്കൻ സ്പേസ് വീൽ എന്ന അത്യധികം സാഹസികവും അപകട സാധ്യതയുള്ളതുമായ പുതുമയാർന്ന ഇനം പ്രേക്ഷകരെ വിസ്മയിപ്പിക്കും. ഡബിൾ റിംഗ്, റൊമാൻറ്റിക് സാരി ബാലൻസ്, ഡാർക്ക് ലൈറ്റ് ഗ്ലോബ് എന്നിങ്ങനെ ഒട്ടേറെ കാഴ്ചകൾ. കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ആകർഷിക്കുന്നതാണ് സർക്കസ് കൂടാരത്തിലെ കാഴ്ചകൾ. വീട്ടിൽ അടഞ്ഞിരുന്ന് ടി വിയുടെ മുമ്പിൽ മാത്രമായിട്ടിരിക്കുന്നതുകൊണ്ട് യുവതലമുറയ്ക്ക് ഓണത്തോടുള്ള ആ ഒരു ആഭിമുഖ്യം ഇല്ലാതെ പോവുകയാണ്. പണ്ട് മുതലേ നമ്മൾ ഓണക്കാലത്ത് ഓണക്കളികൾ, ഊഞ്ഞാലാട്ടം, സർക്കസ് എന്നുള്ള മലയാളികളുടെ ജീവിതമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നത്. 100ഓളം കലാകാരന്മാരുടെ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. മനോഹര ദൃശ്യങ്ങളുടെയും ശബ്ദകോശങ്ങളുടെയും അകമ്പടിയിൽ 26 ഇനം നൃത്തച്ചുവടുകളടക്കം 2 മണിക്കൂർ നീളുന്ന ജെമിനി സർക്കസ് കാഴ്ചയുടെ വിരുന്നൊരുക്കും. ഒപ്പം റോബോട്ടിക് വന്യജീവികളും ഇത്തവണത്തെ ആകർഷണമാണ്. അമൃത ന്യൂസ്, കൊല്ലം. ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഓണം കളറാക്കാനായി പല വഴികൾ കണ്ടെത്തി അങ്ങനെ ഓണം ആഘോഷിക്കുകയാണ്. അപ്പോഴും ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ചില കഷ്ടപ്പാടുകൾ സഹിച്ച് വിഷമത്തിൻ്റെ നാളുകൾ തള്ളി നീക്കുകയാണ്. അത്തരത്തിലൊരു റിപ്പോർട്ടിൽ കൂടി പോവുകയാണ്. മലയാളികളെല്ലാം മറന്ന് ഓണം ആഘോഷിക്കുമ്പോൾ ഇത്തവണ കുടിവെള്ളം പോലും ഇല്ലാതെ ഓണം ആഘോഷിക്കേണ്ട ദുരവസ്ഥയിലാണ് ആലപ്പുഴ പുറക്കാട് നിവാസികൾ. പുറക്കാട് പഞ്ചായത്തിലെ 6-7 വാർഡുകളായ ഇല്ലിച്ചിറയിലെ 70ഓളം കുടുംബങ്ങളാണ് 2 മാസമായി കുടിവെള്ളം കിട്ടാതെ വലയുന്നത്. ഭൂരിഭാഗവും പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. നേരത്തെ പൊതുടാപ്പുണ്ടായിരുന്ന കാലത്ത് കുടിവെള്ളത്തിന് ഇവിടെ ക്ഷാമമില്ലായിരുന്നു. എന്നാൽ പിന്നീട് ഹൗസ് കണക്ഷൻ ഏർപ്പെടുത്തിയതോടെ കുടിവെള്ളം കിട്ടാക്കനിയായി. പല സ്ഥലത്തും പൈപ്പ് ലൈൻ പൊട്ടിയതോടെയാണ് ഈ പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കാതായത്. പലതവണ പഞ്ചായത്ത് വാട്ടർ അതോറിറ്റി അധികൃതരോട് പരാതി പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. നടുക്ക് വണ്ടേ കിടക്കുന്ന ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ സഹിതം വരെ ഞങ്ങൾ എത്ര നാളെ വെള്ളമില്ലാതെ ഈ ദേശത്ത് നടക്കുന്നത്. കാല് പോലും വയ്യാത്തൊരു എത്രയോ പേര് ഈ തോട്ടിൽ നിന്ന് വന്ന് ഈ അളിഞ്ഞ വെള്ളം, ആ കിഴക്കേ കിടക്കുന്ന തോട്ടിൽ കിടക്കുന്ന അളിഞ്ഞ വെള്ളം കോരിയാണ് ഞങ്ങൾ പാത്രം കഴുകുകയും ബാത്റൂമിൽ പോവുകയും ഞങ്ങൾ കുളിക്കുകയും ചെയ്യുന്നത്. ഈ വയ്യാത്ത ആളുകൾ എവിടെ പോയി വെള്ളം കോരാന്? എത്ര നാളായി വെള്ളം ഇല്ലാതെ വിഷമിക്കുന്നു. ഈ വടിയും പിടിച്ച് നടക്കുന്ന ആളുകൾ എവിടെ ചെന്ന് വെള്ളം കൊണ്ടുവരാനാ? നിങ്ങൾ ദൈവത്തെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇച്ചിരി കുടിവെള്ളമെങ്കിലും ഉണ്ടാ. ഒരു വർഷക്കാലമായിട്ട് ഈ പഞ്ചായത്തിൽ നിന്ന് ഈ പൈപ്പിലെ ഇല്ലിച്ചർ ലൈനിലേക്ക് വെള്ളവും ഇല്ല. ചുരുക്കം പറഞ്ഞാൽ വെളിച്ചം പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. നാളിതുവരെ ഒരുവിധ നടപടിയും സർക്കാരിനോ അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർക്കോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് നമ്മൾ മെമ്പറോട് പറയുന്നുണ്ട്, ഇവിടെ പഞ്ചായത്തിൽ പറയുന്നത് MLA ഉണ്ട്. ഇവർ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല.
കുടിവെള്ളം കിട്ടാതായതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കിലോമീറ്ററുകൾ നടന്ന് TS കനാലിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്നാണ് ഇവിടേക്ക് വള്ളത്തിൽ വെള്ളം എത്തിക്കുന്നത്. പ്രാഥമിക ആവശ്യത്തിനും വീട്ടാവശ്യത്തിനും ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ട് 2 മാസം കഴിഞ്ഞു. ഇപ്പോൾ മാലിന്യം നിറഞ്ഞ ഇല്ലിച്ചിറത്തോട്ടിലെ വെള്ളമാണ് നാട്ടുകാർ തുണി, പാത്രം എന്നിവ കഴുകാനും കുളിക്കാനും ഉപയോഗിക്കുന്നത്. കുടത്തിലും കലത്തിലുമൊക്കെ ഈ മലിനജലം വീട്ടമ്മമാർ തലയിലേന്തിയാണ് വീടുകളിലെത്തിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഓണസദ്യ എന്നത് മലയാളികൾക്ക് എന്നും ഒരു വികാരം തന്നെയാണ്. തിരുവോണനാളിൽ ഓണസദ്യ ഉണ്ണാത്ത മലയാളികൾ ഉണ്ടാവില്ല. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അന്നേ ദിവസം വിഭവസമൃദ്ധമായ സദ്യ ഉണ്ണുന്നതിൽ കുറഞ്ഞതൊന്നും നമ്മൾ മലയാളികൾക്ക് ചിന്തിക്കാനാകില്ല. പക്ഷേ മറ്റൊരു കഥയാണ് വള്ളസദ്യയുടെയും വൈവിധ്യപൂർണ്ണമായ ഓണ ആചാരങ്ങളുടെയും പെരുമകളുള്ള ആറന്മുളയ്ക്ക് പറയാനുള്ളത്. ആറന്മുള ക്ഷേത്രത്തിലെ കാരാഴ്മ കൈസ്ഥാനികളായ 3 കുടുംബങ്ങളിലെ കാരണവന്മാർ നൂറ്റാണ്ടുകളായി തിരുവോണസദ്യ ഉണ്ണാറില്ല. സദ്യ മാത്രമല്ല, ഇന്നേ ദിവസം ജലപാനം പോലുമില്ലാതെ ഉണ്ണാവൃതം അനുഷ്ഠിക്കുകയും ചെയ്യും. അല്പം കൗതുകകരമാണെങ്കിലും ചരിത്രവും ഐതിഹ്യവുമെല്ലാം തലമുറകൾ കൈമാറി വന്ന ഈ ആചാരങ്ങൾക്ക് പിന്നിലുണ്ട്. കാലങ്ങൾക്ക് മുൻപ് കാരാഴ്മ സ്ഥാനികളായിരുന്ന കുടുംബങ്ങൾക്ക് വന്നുഭവിച്ച ഒരു ദൈവകോപവും അതുമായി ബന്ധപ്പെട്ട പ്രായശ്ചിത്ത പരിഹാരവുമാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറവും മാറ്റമില്ലാതെ തുടരുന്നത്. പണ്ട് ഈ പാടശേഖരങ്ങളിലെ നെല്ല് കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്, എന്നിട്ട് ഓണത്തിന് മുമ്പായിട്ടുള്ള ഒരു ദിവസം ഈ പാവങ്ങൾക്ക് നെല്ല് അളന്നു കൊടുക്കുമായിരുന്നു. ഒരു വർഷം അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കായിരുന്നു. ഈ 3 കുടുംബക്കാർക്കായിരുന്നു. ഈ നെല്ല് അളന്നു കൊടുക്കുന്നതിൻ്റെ മേൽനോട്ടം ഞങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വർഷം നെല്ലളവ് കഴിഞ്ഞ ആൾക്കാരെല്ലാം അറയടച്ച് ഈ മടം അടച്ചു പോരുകയും ചെയ്തു. ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ അവിടെ വന്ന് നെല്ല് കിട്ടുമെന്ന് വെച്ച് കാത്തു വന്നൊരു മൂല മാറി അവിടെ വന്ന് ദിവസം നേരമ്പോഴത്തേക്കും ഇവരെ അവിടെ മരിച്ചു കിടക്കുന്ന കാണുന്നു. അതിനുശേഷം ഈ 3 കുടുംബങ്ങളിലെ ഓരോ അനർത്ഥങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് പ്രതിവിധി എന്താ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ വ്രതം നോക്കാം 3 കുടുംബത്തിലെ കാരണവന്മാർ. ആറന്മുളയിലെ തെക്കേടത്ത്, പുത്തേഴത്ത്, ചെറുകര ഇല്ലങ്ങളിലെ കാരണവന്മാരാണ് ഉണ്ണാവൃതം അനുഷ്ഠിക്കുന്നത്. തിരുവോണനാളിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അത്താഴപൂജ കഴിയും വരെ ഇവർ ജലപാനം കഴിക്കില്ല. അത്താഴപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നും എത്തിക്കുന്ന നേദ്യം കഴിച്ചാണ് ഉണ്ണാവൃതം അവസാനിപ്പിക്കുക. തിരുവോണത്തിൻ്റെ അന്ന് രാത്രിയിൽ അമ്പലത്തിൽ നിന്ന് കരിക്കും പഴവും കൊണ്ടുവന്ന് അത് കഴിച്ച് രാത്രി 8 മണിയാകുമ്പോൾ വ്രതാവസാനം. ഏതെങ്കിലും കാരണത്താൽ ഉണ്ണാവൃതം ഇരിക്കുന്നത് മുടങ്ങിയാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കാലവും ആചാരങ്ങളും മാറിയെങ്കിലും ആറന്മുളയിലെ ഈ കുടുംബങ്ങൾ ഓണമുണ്ണാവൃതം ഇന്നും തുടർന്നു പോകുന്നു. അറിഞ്ഞോ അറിയാതെയോ പണ്ടെങ്ങോ ചെയ്തുപോയ തെറ്റിന് പ്രായശ്ചിത്തമായാണ് മലയാളികളെല്ലാം ഓണമുണ്ണുമ്പോൾ ആറന്മുളയിലെ ഈ കുടുംബത്തിലെ കാരണവന്മാർ നിരാഹാരമിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവ്, അമൃത ന്യൂസ്. നമ്മളെല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ ഓണം ഉണ്ണുമ്പോൾ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാൻ കഴിയാത്ത ഒരു വിഭാഗമുണ്ട് കുട്ടനാട്ടിൽ. മണ്ണിൽ പൊന്നു വിളയിച്ച നെൽകർഷകർ. നെല്ല് സംഭരിച്ചതിന്റെ പണം നൽകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയെങ്കിലും അത് വാഗ്ദാനം മാത്രമായി മാറിയതോടെ മനസ്സറിഞ്ഞ് ഓണം ആഘോഷിക്കാൻ പോലും കഴിയാത്ത ദുരവസ്ഥയിലാണവർ. നെല്ലു സംഭരണ പദ്ധതി പ്രകാരം കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി GR അനിൽ പറയുന്നുണ്ടെങ്കിലും അത് ഓണാവധിക്ക് ശേഷം മാത്രമേ കർഷകർക്ക് ലഭിക്കുകയുള്ളൂ. 2024-25 വർഷം സംഭരിച്ച നെല്ലിന്റെ വിലയായ 1645 കോടി രൂപയാണ് കേരളത്തിലെ നെൽകർഷകർക്ക് ആകെ കൊടുക്കേണ്ടത്. ഇതിൽ 1399 കോടി രൂപ നൽകി. 10568 കർഷകർക്കായി 246 കോടി രൂപയാണ് നൽകാൻ ശേഷിക്കുന്നത്. സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ വകയിരുത്തിയ തുകയിൽ നിന്ന് 113 കോടി രൂപ അനുവദിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ താങ്ങുവില ഇനത്തിൽ തുക നൽകിയിട്ടില്ല. സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി നേരിൽ കണ്ട് നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ താങ്ങുവില ക്ലെയിം അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഫലത്തിലെത്തണമെങ്കിൽ നാളുകളെടുക്കും. കുട്ടനാട്ടിലെ കർഷകർക്ക് ദുരിതത്തിന്റെ നാളുകളായിരുന്നു കടന്നുപോയത്. ഉപ്പുവെള്ളവും കൃഷിനാശവും പിന്നാലെ എത്തിയ രാസവളങ്ങളുടെ വിലവർധനവും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എന്നാൽ ഓണക്കാലം എത്തുമ്പോൾ നെല്ലിന്റെ പണം ലഭിക്കുമെന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ. മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ വിശ്വസിച്ച കർഷകരുടെ സ്വപ്നങ്ങളാണ് ഓണനാളിൽ അനാഥമാകുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഓണാവധിക്ക് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകാൻ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ഓണാവധിക്ക് ഇടുക്കിയിലേക്കൊരു യാത്രയാണ് മനസ്സിലെങ്കിൽ നേരെ രാജാക്കാടിന് പോകാം. വെള്ളിച്ചെല്ല് വിതറിയതുപോലെ വെള്ളച്ചാട്ടം ഇവിടെ മറിഞ്ഞിരിപ്പുണ്ട്. രാജാക്കാട് കള്ളിമാലിയിലെ കുരിശുംപടി വെള്ളച്ചാട്ടത്തിന്റെ മനോഹര കാഴ്ചകളൊന്ന് കണ്ടുവരാം. വെള്ളച്ചാട്ടങ്ങളാൽ സമ്പന്നമാണ് ഇടുക്കി. അറിഞ്ഞതും അറിയപ്പെടാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെയുള്ളത്. അത്തരത്തിൽ പ്രകൃതിയൊരുക്കിയ വിസ്മയ കാഴ്ചകളിൽ ഒന്നാണ് രാജാക്കാട് കള്ളിമാലിയിലെ കുരിശുംപടി വെള്ളച്ചാട്ടം. ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കള്ളിമാലി വ്യൂ പോയിന്റിന് സമീപമാണ് ഈ വെള്ളച്ചാട്ടം. എന്നാൽ കാർഷിക ഗ്രാമമായ കള്ളിമാലിയും വെള്ളച്ചാട്ടവും
സഞ്ചാരികൾക്ക് ഇന്നും കാണാമറയത്താണ്. ഗ്രാമീണ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇടുക്കിയുടെ ടൂറിസം വികസനത്തിന് ഏറെ ഗുണകരമാകും. മഴക്കാലത്ത് വളരെ മനോഹരമായ ഒരു വിഷ്വലാണ് നമുക്ക് താഴെ നിന്നാൽ കിട്ടുന്നത്. ഇത് ടൂറിസത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു പ്രദേശമാണ്. സർക്കാരും ടൂറിസം വകുപ്പും പഞ്ചായത്തും എല്ലാം കൂടെ കൂടി ശ്രമിച്ചാൽ ഈ പ്രദേശത്തിൻ്റെ പുരോഗതിക്ക് ഇത് ഗുണകരമായി തീരും. താഴെ വരെ എത്താനുള്ള ഒരു സംവിധാനം, ഒരു സ്റ്റെപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം ചെയ്താൽ ഭാവിയിൽ ഈ പ്രദേശം ഒരു ടൂറിസം മേഖലയായിട്ട് മാറ്റാൻ സർക്കാരിനും പഞ്ചായത്തിനും എല്ലാം കഴിയുന്നതാണ്. ഹരിതഭംഗി നിറഞ്ഞ വനാന്തരീക്ഷത്തിന് മധ്യത്തിലൂടെയാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകുന്നത്. 50 അടി ഉയരത്തിൽ നിന്ന് പതിക്കുന്ന വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴെ നിന്നും ആസ്വദിക്കാൻ കഴിയും. രാജാക്കാട് കള്ളിമാലിയിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലൂടെ 700 മീറ്റർ സഞ്ചരിച്ചാൽ കുരിശുംപടി വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം. ബൈജു ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായയും കുടിച്ച് മനസ്സു നിറയെ വെള്ളച്ചാട്ടം ആസ്വദിച്ച് സെൽഫിയും എടുത്തു മടങ്ങാം. അമൃത ന്യൂസ്, ഇടുക്കി. നിറവിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമായ ഓണം വൈവിധ്യമുള്ള സദ്യയോടെ പൂർണ്ണമാവുകയുള്ളൂ. മധുരം, പുളി, ഉപ്പ്, എരിവ്, കയ്പ്, ചവർപ്പ് എന്നീ 6 രസങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിഭവങ്ങളായിരിക്കും ഓണസദ്യയിൽ സ്ഥാനം പിടിക്കുക. ഓണസദ്യയിലെ വിഭവങ്ങളും വിളമ്പൽ ശൈലിയും ഓരോ ജില്ലകളിലും വ്യത്യസ്തമാണ്. എങ്കിലും മിക്കയിടത്തും 20-ലധികം വിഭവങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഓണസദ്യയുടെ പ്രത്യേകത. ഉപ്പ്, കായ വറുത്തത്, ശർക്കര വരട്ടി, അച്ചാർ എന്നിവ തൂശനിലയിൽ ആദ്യം സ്ഥാനം പിടിക്കും. തോരനും മെഴുക്ക് വരട്ടിയും തൊടുകറികളും ചോറും കറികളും ചേരുന്നതോടെ ഓണസദ്യ പൂർണ്ണമാകും. സാമ്പാറും മോരും രസവും ഒഴിച്ച് ചോറ് കഴിച്ചതിന് ശേഷം പായസം കൂടി കുടിച്ചാൽ പിന്നെ സംഗതി കുശാലായി. ഞങ്ങൾ ഏറ്റവും സന്തോഷത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു സാധനമാണ് സദ്യ. അതിൽ പായസം, പിന്നെ എല്ലാ കൂട്ടുകളും കൂടെ കൂട്ടി കഴിക്കാനുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. ഇങ്ങനെ ഇരുന്ന് പായസമൊക്കെ അതിലൊക്കെ ഒഴിച്ച് ഇലയിലൊഴിച്ച് കഴിക്കുക എന്നുള്ളതാണ്. പായസം അടി ഭയങ്കര ഇഷ്ടമാണ്. പാലട ഭയങ്കര ഇഷ്ടമാണ്. പഴപ്രഥമനും ഭയങ്കര ഇഷ്ടമാണ്. മൊത്തം എല്ലാ സദ്യയുടെ ഐറ്റംസും ആസ്വദിച്ച് ഇരുന്ന് ഞങ്ങൾ കഴിക്കുകയാണ്. കുടുംബത്തോടൊപ്പം ഇരുന്ന് സദ്യ കഴിക്കുക എന്നതാണ് ഓണാഘോഷത്തിൽ പ്രധാനം. പൂക്കളവും സദ്യയും പാട്ടുമെല്ലാമായി മലയാളികൾ ഓണം തകർത്താഘോഷിക്കുകയാണ്. അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഓണനാളിൽ 29,000 ലിറ്റർ പായസം ഉണ്ടാക്കിയ ആളുകളുടെ വയറും മനസ്സും നിറച്ച സുരേഷ്. പരമ്പരാഗത കാറ്ററിംഗ് രീതിയിൽ നിന്ന് മാറി ഓണക്കാലത്ത് പായസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം. വിശേഷ ദിവസങ്ങളല്ലെങ്കിലും സുരേഷിന്റെ സ്ഥാപനത്തിൽ നിന്നുള്ള വിഭവങ്ങൾക്ക് നിരവധി ആവശ്യക്കാരുണ്ട്. പായസം പാചകരംഗത്ത് 1.5 പതിറ്റാണ്ട് പിന്നിട്ട ആളാണ് സുരേഷ് കുമാർ. പരമ്പരാഗത കാറ്ററിംഗ് രീതിയിൽ നിന്ന് മാറി ഓണക്കാലത്ത് പായസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹത്തിന് വിവിധ മേഖലകളിൽ നിന്നായി ആയിരക്കണക്കിന് ലിറ്റർ പായസത്തിന്റെ ഓർഡറാണ് ലഭിക്കുന്നത്. ഇത്തവണ തിരുവോണത്തിനും ഉത്രാടത്തിനുമായി സുരേഷ് കുമാറിന്റെ കലവറയിൽ ഒരുങ്ങുന്നത് 29,000 ലിറ്റർ പായസമാണ്. അതിൽ ഏറിയ പങ്കും പാലട പ്രഥമനാണ്. ബേക്കറികൾ, ഹോട്ടലുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, കാറ്ററിംഗ് ഗ്രൂപ്പുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയവർക്കായി ഹോൾസെയിൽ വിപണി സൃഷ്ടിക്കുകയാണ് സുരേഷ്. നമ്മുടെ തിരുവോണം പായസ കമ്പനി ഈ വർഷം ഒരു റെക്കോർഡ് നേട്ടത്തിലെന്ന് തന്നെ പറയാം. ഇതൊരു പെട്ടെന്നുണ്ടായൊരു വളർച്ചയെന്ന് പറയാൻ പറ്റില്ല. പായസ വിപണിയുടെ സാധ്യതകൾ നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഓരോ വർഷവും ഓർഡറുകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. കോവിഡിന് ശേഷമുള്ള ഇതിൻ്റെ വളർച്ച നമുക്ക് പോലും ഒരു അത്ഭുതമായിരുന്നു. തിരുവോണ ദിനത്തിൽ 10,000 ലിറ്റർ പാലട പ്രഥമൻ ഉൾപ്പെടെ 17,000 ലിറ്റർ പായസമാണ് ഒരുക്കുന്നത്. പരിപ്പ്, ഗോതമ്പ്, പഴം, സേമിയ, അടപ്രഥമൻ തുടങ്ങിയ രുചികളിലാണ് മറ്റു പായസങ്ങൾ. കൊച്ചി കേന്ദ്രീകരിച്ച പ്രധാന പായസ വിതരണക്കാരായി മാറാൻ കുറഞ്ഞ കാലയളവിൽ സുരേഷിന്റെ തിരുവോണ പായസ കമ്പനിക്ക് കഴിഞ്ഞു. ചേർത്തലയിലെ സ്വന്തം വീടിനോട് ചേർന്നാണ് കലവറ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകം ഓർഡർ നൽകി നിർമ്മിച്ച 1500, 1000 ലിറ്ററുകളിലുള്ള വലിയ പാത്രങ്ങളിലാണ് പാചകം. 60 തൊഴിലാളികളാണ് സുരേഷിനൊപ്പം ജോലി ചെയ്യുന്നത്. മിൽമയുടെ സഹായത്തോടെ ടാങ്കറുകളിലാണ് ആവശ്യത്തിനുള്ള പാലെത്തിക്കുന്നത്. അച്ഛൻ വേലായുധ കൈമളിന്റെയും വല്യച്ഛൻ ചന്ദ്രശേഖര കൈമളിന്റെയും പാരമ്പര്യം പിന്തുടർന്നാണ് സുരേഷ് കുമാറും പാചകരംഗത്തേക്ക് എത്തിയത്. കുമ്പളം രവിവർമ്മ തിരുമുൽപ്പാടിന്റെയും വിനായക അനന്തരാമസ്വാമിയുടെയും ശിഷ്യനായി പാചക വൈഭവം നേടിയ സുരേഷ് പാചകരംഗത്ത് 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി.
ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ച് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ലെയ്ൻ എന്നിവർ മോദിയുമായി ഫോണിൽ സംസാരിച്ചു. 27 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ കോപ്പൻഹേഗനിൽ നടക്കാനിരിക്കെയാണ് നേതാക്കൾ മോദിയുടെ പിന്തുണ തേടിയത്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കരുത്തരായ ജർമ്മനിക്ക് തോൽവി. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്ലോവാക്യ ജയിച്ചത്. അതേസമയം ബൾഗേറിയയെ സ്പെയിൻ തോൽപ്പിച്ചു. 3 ഗോളുകൾക്കാണ് സ്പെയിനിന്റെ ജയം. മറ്റൊരു മത്സരത്തിൽ അർജന്റീന 3 ഗോളുകൾക്ക് വെനസ്വേലയെ തോൽപ്പിച്ചു. മെസ്സി 2 ഗോളുകൾ നേടി. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.